ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഫിഷ് മാർക്കറ്റ് വരെ പോവാണ്. ഇവിടെ ഷാർജയിൽ അടുത്ത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഫിഷ് മാർക്കറ്റ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഗോൾഡ് സൂക്ക്. അപ്പോൾ അവിടെ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഫിഷ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ചെറിയ അയില മുതൽ അങ്ങ് സ്രാവ് വരെ കിട്ടും ചെറുതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. അങ്ങേറ്റം മുതൽ ഇത്രയും കാണുന്നത് ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ നമ്മളിത് ശുദ്ധം ഇങ്ങോട്ടും തിരിച്ച് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് എൻട്രൻസ് ആയി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തിൽ കയറാം. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. നോക്കിക്കോണേ, ഏത് വേണേലും കിടക്കുകയാണ്, ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുകയാണ്. ഇത് ഓരോന്നും ഓരോ സ്റ്റോളാണ്. ഇതിന് ഓരോന്നിനും ഓരോ ലൈസൻസ് നമ്പറുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഫിഷാണ് വെക്കുന്നത്. ഇതെല്ലാം കണ്ടോ, എല്ലാം ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ മാർക്കറ്റ് കണ്ടോ, ഫിഷ് മാർക്കറ്റ് കണ്ടോ, ഇത് ഫുള്ള് ഫിഷിൻ്റെ സ്റ്റോളാണ്. കണ്ടോ, നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ, FS043 അങ്ങനെ ഓരോരോ നമ്പർ, അതിനനുസരിച്ച് ഓരോ സ്റ്റോളാണ് അത്. അപ്പോൾ ഇത് എത്ര വേണം? അര കിലോ ഇത് അയില കുറച്ച് എടുത്തു. അപ്പം നമ്മളെന്തെടുത്തു? നമ്മൾ കിളിമീൻ മേടിച്ചു, കുറച്ച് അയില മേടിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ച് കഴിയുമ്പോഴേക്കും ഇവരൊരു സ്റ്റിക്കർ തരും. ആ എന്തോ ക്ലീൻ ചെയ്യണം ചേട്ടാ, ക്ലീൻ ചെയ്യണം, വേണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് അവിടെ പോയിട്ട് ആ ക്യാഷിൽ പോയി പേയ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം. ടച്ച് ചെയ്തോടാ, നോ പ്രോബ്ലം. ടച്ച് ചെയ്യടാ, പതുക്കെ ടച്ച് ചെയ്തോ, കടിച്ചു. അപ്പോൾ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മീൻ പോയി മേടിക്കുക, ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത്, ഏത് സ്റ്റോളിൽ നിന്ന് വേണമെങ്കിലും മേടിക്കുക. ഇഷ്ടമുള്ള സ്റ്റോളിൽ നിന്ന്, ഡിഫറൻറ്റ് സ്റ്റോളിൽ നിന്ന് പോയിട്ട് നമ്മൾ മീൻ മേടിച്ചിട്ട് അവരവിടെ നിന്നൊരു ബില്ല് തരും. ആ ബില്ലും കൊണ്ട് നമ്മൾ നേരെ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് കൗണ്ടറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ ബില്ല് അവർക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കും. അവർ മീൻ തരും. അത് നമുക്ക് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു പേപ്പർ കൂടെ ഉണ്ട്. അതും കൊണ്ട് പോയിട്ട് എൻഡ് ഓഫ് ദി ലാസ്റ്റ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചേക്കും. തിരിച്ച് നമ്മൾ വേറെ മീനൊക്കെ മേടിച്ചിട്ട് നമുക്ക് ചെല്ലുന്ന സമയത്ത് ആ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്ത മീൻ കിട്ടും. അവർ തന്നെ ചോദിക്കും, ക്ലീൻ മാത്രം ചെയ്താൽ മതിയോ, അതോ നമുക്ക് പീസസ് ആക്കണോ? പീസസ് ആക്കണമെങ്കിൽ എത്ര, സ്മോൾ ആണോ, മീഡിയം ആണോ, ലാർജ് ആണോ, എങ്ങനെ പീസസ് വേണമെന്നുള്ളത് അതും നമുക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ ചെയ്തു തരും. 1, 2 അങ്ങനെ 3 റോ ആയിട്ട് നമുക്ക് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ചെറിയ മീനെ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ചൂരയാണെന്ന് തോന്നുന്നു ഈ സാധനം. ചൂരയൊക്കെ കണ്ടോ, പൊളിച്ചടുക്കുക. ചേട്ടാ ചൂരയല്ലേ? കണ്ടോ, ചൂരയാ. എന്താ സൈസൊന്നും നോക്കിയേ. വാ കണ്ട, അടിപൊളി. കൊമ്പസ്രാവിൻ്റെ അത്രയുള്ള ചൂരയാണ് സിദ്ധു പൊക്കാൻ പോകുന്നത് കേട്ടോ. അല്ല, യൂറോപ്യൻ നമ്മുടെ ചൂര എന്ന് പറയും അല്ലേ? Is it okay? I'm shooting, right? കണ്ടോ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ ചൂരയുടെയൊക്കെ സൈസ് കണ്ടോ. കം ലിറ്റിൽ ക്ലോസ്, കം. പിള്ളേരെല്ലാം കൂടെ ചൂര വെക്കാൻ പോവാ. പൊക്കിക്കോ. യൂട്യൂബിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ചാനൽ. പോയിക്കോ. എന്തോ പേര് പറയാം. പൊക്കിക്കോ. അയ്യവാ. അപ്പോൾ ടൂണ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ അടയ്ക്കേണ്ടത്. അപ്പോൾ ക്യാഷ് ഇവിടെ അടച്ചിട്ട് നേരെ റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാം. പിന്നെ നേരെ അവിടെ പോയിട്ട് ക്ലീനിങ്ങിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ക്യാഷ് എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെ പോകുന്നത്. ഇതാണ് ക്യാഷ് കൗണ്ടർ. ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ റെസിപ്റ്റ് അവിടെ കാണിച്ചാൽ മതി. വേണ്ട, ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. താങ്ക് യു.
അപ്പോൾ അവിടുത്തെ ചെറിയൊരു അവർ ആ ചൂരയൊക്കെ എടുത്ത് പിള്ളേരെ കൊണ്ട് പൊക്കിച്ച് ഒന്ന് കാണിച്ചൊക്കെ തന്നു. ഇതാണ് നമ്മുടെ ടോക്കൺ വരുന്നത്. അതായത് നമ്മൾ ഫിഷ് ക്ലീൻ ആക്കാനായിട്ട് മേടിച്ച് പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ടോക്കൺ കിട്ടും. ഈ ടോക്കൺ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രോഗ്രസ് അറിയണം. അതായത് നമ്മൾ വെയിറ്റിംഗ് ഏരിയ ഇരിക്കുമ്പോൾ ആ ടോക്കൺ നമ്പർ ഇവിടെ കാണിക്കും. അതായത് ഗ്രീൻ വരുന്നത് റെഡി, മറ്റേത് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓറഞ്ച് കളറിൽ കാണാം. അപ്പോൾ റെഡി ആണെങ്കിൽ നേരെ നമ്മൾ കൗണ്ടറിലോട്ട് പോയാൽ മതി, നേരെ അവിടുന്ന് നമുക്ക് കളക്ട് ചെയ്ത് പോവാം. അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള പരിപാടി. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇടയ്ക്കൊക്കെ പോയി ചോദിക്കൊന്നും വേണ്ട റെഡിയായോ ഒന്നും. അങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ ഞാനും ചേച്ചി ഇവിടെ പോസ്റ്റായിട്ടിരിക്കുക. അവൻ അവിടെ ഓടിക്കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ശരണ്യയും കുഞ്ഞും വന്നില്ല, കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കുഞ്ഞിനെ വെളിയിലോട്ട് കൊണ്ടുപോയതുകൊണ്ട് ഇങ്ങോട്ട് പിന്നെ അധികം തണുപ്പല്ലേ, അപ്പോൾ അധികം കുറച്ച് ദിവസത്തേക്ക് ഇനിയും വെളിയിലോട്ട് ഇറക്കണ്ടെന്ന് വിചാരിച്ചു. ചെറിയ ചുമ പോലെ വന്നതുകൊണ്ട്. ഡാ ഒരു ഹായ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫിഷ് കണ്ടില്ലേ, അതുപോലെ തന്നെ മീറ്റിന് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ മീറ്റിൻ്റെ കാണിച്ചു തരാം. ഇത് ഫുള്ള് മീറ്റിൻ്റെ സെക്ഷനാണ്. ഇത് കംപ്ലീറ്റ് മീറ്റ്. ചിക്കനുണ്ട്, മട്ടനുണ്ട്, പിന്നെന്തൊക്കെയോ ഉണ്ട്, ബീഫുണ്ടായിരിക്കും, എല്ലാ ഐറ്റംസും ഉണ്ട്. ഉണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മീറ്റിൻ്റെ സെക്ഷൻ. നമ്മൾ ഫിഷിൻ്റെ സെക്ഷൻ കണ്ടു, അതേപോലെ തന്നെ മീറ്റിൻ്റെ സെക്ഷൻ. ഹായ്, അപ്പോൾ അത് ഹായ്. അപ്പോൾ അങ്ങനെ മീറ്റിൻ്റെ സെക്ഷൻ, ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ചിക്കൻ, മട്ടൺ, ബീഫ്, പിന്നെ ഇവിടെ നമുക്കങ്ങനെ പോർക്കൊന്നും പോർക്കൊന്നും അല്ല ഇവിടെ അല്ല. അപ്പോൾ ബാക്കി ഐറ്റംസ് ഒന്നും എല്ലാം കിട്ടും ഇവിടെ ഫുൾ. അപ്പം നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ഫ്രഷായിട്ട് അടിപൊളി റേറ്റിൽ ഒരേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം മേടിച്ചിട്ട് പോവാം. കണ്ടോ തൂങ്ങി കിടക്കുന്നുണ്ടോ എൻ്റെ പൊന്നു. അയ്യവാ, ഹായ്. എനിക്ക് തോന്നുന്നു ഫിഷിനെക്കാട്ടി തിരക്ക് ഈ മീറ്റിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. നല്ല തിരക്കാണ്, എല്ലാ കൗണ്ടറിലും ആളും ഉണ്ട്, നല്ല തിരക്കുമാണ്, ഫുള്ള് നല്ല തിരക്കുള്ള ഏരിയ. കണ്ടോ എൻ്റെ പൊന്നോ, കണ്ടോ കിടക്ക സാധനമൊക്കെ ഇരിക്കുന്നു. കണ്ടോ ഈ മീറ്റിൻ്റെ സെക്ഷനാണ് കൗണ്ടർ കൂടുതലും. നല്ല തിരക്കും മീറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അതേപോലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറിലും ഇഷ്ടം പോലെ സാധനമുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. ഇതിപ്പോൾ നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് നേരെ ഇങ്ങനെ നോക്കണ്ട കേട്ടോ. ഫിഷിൻ്റെ സെക്ഷനിലോട്ട് പോയി കഴിയുമ്പോഴേക്കും അവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഫിഷിൻ്റെ സെക്ഷനാണ്. ഇതാണ് വെയിറ്റിംഗ് ഏരിയ. നമ്മൾ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് വെയിറ്റിംഗ് ഏരിയ. ഇത് ഫിഷിൻ്റെ ഓരോ കൗണ്ടേഴ്സ്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് മീറ്റ്, ഇതിൻ്റെ അപ്പുറത്ത് വെജിറ്റബിൾ, അതിൻ്റെ അപ്പുറത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ തേന്, പിന്നെ അതുപോലെ തന്നെ ഇതുണ്ട്, എന്താ ഡേറ്റ്സ്, കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഉണ്ടോ തേൻ, ഇത് മൊത്തം തേനാണ്. പല വെറൈറ്റിയിലുള്ള തേൻ ഇവിടെ ഉണ്ട്. അത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു സ്പൂണും ഒരു ചെറിയ സാധനമുണ്ട്. നമുക്ക് മേടിക്കണമെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റും. കണ്ടോ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ട്. കണ്ടോ തണ്ണിമത്തങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടോ, മല പോലെ ഇരിക്കുന്നത്. അയ്യവാ, ഉണ്ടോ എല്ലാം ഉണ്ട് ഇവിടെ. ഗ്രേപ്സ് ആണ്, എല്ലാം ഫ്രഷാണ്. എല്ലാം ഫ്രഷായിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് സെല്ല് ചെയ്യുവാണ്. ഇവിടുന്നാണ് ഹോൾസെയിലായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് മേടിച്ച് വെച്ച് ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് ഫ്രഷ്. യെസ്, താങ്ക് യു. അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങനെ ഇരിക്കും. ഇതെല്ലാം കിട്ടും ഇവിടെ. എല്ലാ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം ഇവിടെ. അപ്പോൾ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നട്ട്സ് അല്ലല്ലോ, ഇത് ഡേറ്റ്സ് ഉണ്ട്, തേനുണ്ട്. ഇത് മലയാളികളാണ്. ഹായ്. അപ്പോൾ ഇത് ഡേറ്റ്സാണ്, ഫുള്ള് ഡേറ്റ്സ് ഉണ്ട്. പല വെറൈറ്റിയിലാണ്. വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബോധം പോകും കേട്ടോ. ആ റേറ്റ്, ആ നിലയിലുള്ള ഡേറ്റ്സ് ഉണ്ട് ഇവിടെ. ചെറിയ വില തൊട്ടങ്ങ് കൂടിയ ഡേറ്റ്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി, ഹായ് ബ്രദർ, അമ്മാതിരി ടേസ്റ്റായിരിക്കും കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി വെജിറ്റബിൾ മാർക്കറ്റാണ്. വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോയി ലൂലു അവിടെ നിന്നൊക്കെ മേടിച്ചതുപോലെ തന്നെ, പക്ഷേ ഇത് ഫ്രഷായിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഇതാണ് എല്ലാം.
ഇത് കംപ്ലീറ്റ്ലി വെജിറ്റബിൾസ്. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കണ്ടു, ഡേറ്റ്സ്, ഹണി കാര്യങ്ങളെല്ലാം കണ്ടു, പിന്നെ ഫിഷ് കണ്ടു, ഇപ്പോൾ ദേ വെജിറ്റബിൾസും കണ്ടു. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാം, നമ്മുടെ അത്യാവശ്യമുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഈ സൂക്കിൽ കിട്ടും. സൂക്കെന്നാണ് നമ്മൾ പറയുന്നത്, അതായത് വേണ്ട ഫുള്ളും. അപ്പോൾ നമ്മളിവിടെ അകത്ത് കയറി ഷൂട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ ചോദിച്ചായിരുന്നു. ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് കയറി. ഇവിടെ നമ്മളെല്ലായിടത്തും കയറിയിട്ട് ചോദിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. എവിടെ പോയാലും നമ്മൾ പെർമിഷൻ ചോദിക്കാറുണ്ട്. നമുക്ക് ഒരു ഐഡിയ ഇല്ല എവിടെയൊക്കെ ക്യാമറ കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലായിടത്തും ക്യാമറയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്, അത് നമ്മൾ പാലിച്ചിട്ടേ പറ്റത്തുള്ളൂ കാര്യങ്ങളെല്ലാം. അപ്പം ഞാൻ ഓരോരുത്തരത്തും ഒരു ചെറിയ, ഞാനിന്ന് രാവിലെ നെസ്റ്റോയിൽ പോയി മേടിച്ചപ്പോഴും അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കകത്ത് റെക്കോർഡിങ് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓക്കെ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, ഞാൻ കയറി റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ക്യാമറയൊക്കെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞു യൂട്യൂബിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എത്ര ഫോളോവേഴ്സുള്ള യൂട്യൂബാണ്? ഞാൻ പറഞ്ഞു സാറേ ഒരു ഫോളോവേഴ്സും ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേണം എൻ്റെ ഫോളോയിങ് കൂട്ടാൻ, സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയാലേ ഇതുപോലുള്ള വലിയ വലിയ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമുക്ക് അകത്ത് കയറണമെങ്കിൽ ഇവരെല്ലാം ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയും. അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ പറയുന്ന പോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. പിന്നെ ഫിഷ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഈ ഒരു രക്ഷയിൽ. ടൂണയൊക്കെ കണ്ടില്ലേ? ടൂണയുണ്ട്, പിന്നെ സ്രാവുണ്ട്, സ്രാവിൻ്റെയൊക്കെ സൈസ് കാണണം, ടൂണയുടെയൊക്കെ സൈസ്. പിന്നെ ചിലയിടത്ത് നമുക്ക് ലേഡീസൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. അപ്പോൾ അത് മറ്റേ വലിയ ഫിഷൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മണ്ട ഫിഷൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ കിടുവായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്, കാഴ്ചകളൊക്കെ ഇൻഫർമേഷൻ തന്നതെല്ലാം കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം.